ഔട്ട്സൈഡ് വ്യൂ ഒന്ന് നോക്കാമെന്ന് ഓർക്കാം. ആ കാണുന്ന ദൂരെ കാണുന്നതാണ് പീറ്റർ യാച്ചൻ്റെ വീട്. അടുത്ത അയൽവക്കം അതാണത് പീറ്റർ യാച്ചൻ്റെ വീട്. ഇത് ആ ബാക്ക് അത് 2 മാവുകൾ അപ്പുറം ബാക്കിൽ കാണുന്നത്. സെൻറ്ററിൽ ജാതി, ഫ്രണ്ടിൽ കാണുന്നത് ഇത് നമ്മുടെ ഫിലോസാൻ. അത് പ്രിയൂരാ മാവും തൈ. ആ സൈഡിലാണ് പുതിയ കുറച്ച് മാവുകൾ നട്ടായിരുന്നത്. PWD റോഡിൻ്റെ ഈ സൈഡിലേക്ക് 2 വീടുകളുള്ളൂ. പീറ്റർ യാച്ചൻ്റെ വീടും എൻ്റെ ഫസ്റ്റ് കസിൻ്റെ വീടും. വേറെ വീടുകളില്ല. പിന്നെ ഉള്ള വീടുകൾ അപ്പുറ സൈഡിൽ 2 വീടുകളുണ്ട്. റോഡിൻ്റെ അപ്പുറ സൈഡിൽ, PWD റോഡിൻ്റെ അപ്പുറ സൈഡിൽ 3 വീടുണ്ട്. ഒരെണ്ണം മാറി അവിടുന്ന് കാണാൻ പറ്റില്ല. വലിയ ബേബിച്ചേട്ടൻ്റെ വീട്. പിന്നെ ഇതൊരു ഡ്രൈവറുടെ വീട്. പിന്നെ അവിടെ കരമുളക്കാരുടെ വീട്. അവരത് കൊടുത്തു, വാടകയ്ക്ക് കൊടുത്തേക്ക്. അവർ വേറെ വീട്ടിലേക്ക് താമസം മാറ്റി. ഇത് മാവ് ആദ്യം കണ്ട പ്രിയൂര് മാവ്. ഇത് ആദ്യം കണ്ട പ്രിയൂര് മാവ്. അവിടെ രണ്ട് ഇതുണ്ട്. ബഡ്, ഗോൾഡൻ ബഡ് 2 ബഡ് ജാതിയുണ്ട്. അത് പഴയ നാടൻ ജാതി അങ്ങേറ്റ് വരുന്നത്. അത് റംബൂട്ടാൻ. അതിൻ്റെ അപ്പുറത്ത് ജാതി. ഇവിടെ കുറച്ച് മാവൻ തൈകൾ നട്ടിട്ടുണ്ട് ഈ കോർണറിൽ. 1, 2, 3, 4, 5 ജാതിയായി ആ മതിലിൻ്റെ ഇപ്പറയായിട്ട് നട്ടിട്ടുണ്ട്. മഹാഗണി വെട്ടിക്കളഞ്ഞപ്പോൾ അവിടെ മാവൻ തൈ നട്ടത്. മേളിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കുകയായിരുന്നു. ഇതൊക്കെ നാടൻ ജാതികളാണ്. ഇത് മാവുകളാണ്. ഇതിൻ്റെ പേരുമറ്റ അറിയില്ല. നല്ല മാവാണ്. ഇതിൻ്റെ അപ്പുറം വെക്കണം നീലാരി പസന്ത. അവിടെ ഒരെണ്ണം നീലം മാവുണ്ട്. ഈ വർഷം ഒന്നും ഉണ്ടാവാറില്ല. അത് നീലാരി പസന്ത. ഇത് വല്ലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നാടൻ ജാതികളാണ്. ഇത് ജാതി തൈ നട്ടിട്ട് അത് ബഡ് ചെയ്തതാണ്. കുഴപ്പമില്ലാത്തതാണ്. ഈ കൊല്ലം കുറവാണ്. കാരണം ഇതിൻ്റെ ഇല കുറേ കൊഴിഞ്ഞു പോയി കഴിഞ്ഞ ഭയങ്കര മഴയത്ത്. ഈ കൊല്ലം കുറവാണ്. ഇതൊക്കെ നാടൻ ജാതികളാണ്. വീട്ടിൻ്റെ മേളിൽ നിന്നുള്ള ടോപ്പ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതും ഈ തുണി അലക്കാനൊക്കെ ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം. വേറെ പ്രത്യേകിച്ച് പർപ്പസൊന്നുമില്ല. തുണി കഴുകിയിട്ടിട്ട് അത് ഉണങ്ങാൻ പറ്റിയൊരു സ്ഥലം. മെയിനായിട്ട് ഈ ഷീറ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ പണ്ട് ഈ ലീക്കിൽ നിന്ന് വീടിൻ്റെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇട്ടതാണ് ഈ അലൂമിനിയം ഷീറ്റ്. ഈ കോൺക്രീറ്റ് വീട് ഒരു 10, 25, 30 കൊല്ലം കഴിയുമ്പോൾ ലീക്കിൻ്റെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ലീക്ക് അവിടെ എവിടെയൊക്കെ ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് ഈ അലൂമിനിയം റൂഫ്. അല്ലാതെ അതുകൊണ്ട് വേറെ പർപ്പസൊന്നുമില്ല. ഇതൊക്കെ നാടൻ ജാതികളാണ്.
ആ ഏരിയയാണ് ഞാൻ പഴയ വീഡിയോയിൽ അവിടെ കണ്ടോ ഒരു പ്ലാവ്. അത് കൊച്ചപ്പൻ്റെ പഴയ വീടാണ്. ആ മതിലിൻ്റെ അപ്പുറത്തുള്ള സ്ഥലം കൊച്ചപ്പൻ്റെയാണ്. അവിടെ ഒരു മതിൽ കാണില്ലേ, കൊച്ചപ്പൻ്റെ പഴയ വീട്. പിന്നെ കൊച്ചപ്പൻ്റെ മോൻ പണിതേക്കുന്ന പുതിയ വീടാണ് അതിൻ്റെ ഇപ്പുറക്കാണ് വലിയ വീട്. മറ്റോടത്ത് വാടകക്കാരുണ്ട് പഴയ വീട്ടിൽ. ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരൊക്കെയാണ്. പിന്നെ ഹസ്ബൻഡ് ബാങ്കിലും മറ്റേ വൈഫ് ഏതോ ഹോസ്പിറ്റലിലോ അതോ. ഈ നാടനൊക്കെ അധികം വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ? ഈ 1, 2, 3 ഈ കാണുന്ന വലിയ 3 നാട് ഇതൊക്കെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ? ഇവിടെയാണ് ചെറിയ അടുക്കളത്തോട്ടം. പണ്ട് ഈ ഏരിയയിലാണ് മറ്റേ ഇതുണ്ടായിരുന്നു. ഇവിടെ ഈ ഏരിയയിലൊരു പണ്ടൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ മരോട്ടി ഉണ്ടായിരുന്നു. മരോട്ടി വെട്ടിക്കളഞ്ഞു. അതിന് പകരം വെച്ചതാണ് ഈ ഗോൾഡൻ ബഡ് ജാതി, ആ ജാതി, 2 ജാതി. പിന്നെ ഇവിടെ ഒരു ഇത് നട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേര് നമ്മുടെ ഫിലോസാനല്ല, മറ്റേ മാങ്കോസ്റ്റിൻ. ഇത് നമ്മുടെ സാധാരണ ഒരു പച്ചക്കറി തോട്ടം ചെറുതായിട്ട് ഈ ബാക്ക് സൈഡിൽ. ഇവിടെ ഇങ്ങനെ എൽ ഷേപ്പിലൊരു ചെറിയ പച്ചക്കറി തോട്ടം. മുഴുവൻ നട്ടിട്ടില്ല. അവിടം വരെ സ്ഥലമുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് നട്ടിട്ടില്ല. കുറച്ച് ഏരിയയിൽ പച്ചക്കറി ഇങ്ങനെ നട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അവിടം വരെ നടാം. ആ ജാതിയുടെ ഇപ്പുറത്തു നിന്നുള്ള സൈഡ് മുതൽ ഇവിടെ ഈ കോർണർ വരെ നടാം. കുറച്ച് നട്ടിട്ടുണ്ട് വെറുതെ. നമുക്ക് വല്ലപ്പോഴും വെണ്ടയ്ക്ക, വഴുതനങ്ങയൊക്കെ കിട്ടും. ആ മൂലയ്ക്കാണ് ഞാൻ പറഞ്ഞ പീറ്ററിയാച്ചൻ്റെ വീട്. ആ സൈഡിൽ കൊച്ചപ്പൻ്റെ വീട് ഞാൻ ആദ്യം കാണിച്ചത്. കൊച്ചപ്പൻ്റെ തറവാടും പുതിയ വീടും പുള്ളി മോൻ പണിതായ പുതിയ വീടും. പഴയ വീട് കൊച്ചപ്പൻ പണിതാണ്, പുതിയ വീട് മോൻ പണിതാണ്. അതിൻ്റെ ബാക്കിൽ കുറച്ച് ജാതിയും അതിൻ്റെ പുറകിലാണ് കുറച്ച് ഇതുള്ളത് തന്നെ. ഈ ഷെഡിൻ്റെ പുറകിലാണ് ഞാൻ പഴയ വീഡിയോയിൽ കാണിച്ച കുറേ മറ്റേ ഇതില്ലേ സപ്പോർട്ടയും 3-4 ജാതിയും ഗോൾഡൻ ബഡ് ജാതിയും സപ്പോർട്ടയും. ഇത് പൂത്തിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും പിടിക്കില്ല. ഇതുണ്ട്, ഈ മാവ് പൂത്തിട്ടുണ്ട്, പക്ഷേ ഈ മഴക്കാലത്ത് ഒന്നും പിടിക്കില്ല. മഴക്കാലം കഴിഞ്ഞ് ഇനി ഡിസംബറിന് ശേഷമാണ് ഇത് പൂത്താലും മാങ്ങയായിട്ട് മാറുള്ളൂ. അല്ല, ഇതിപ്പോൾ ഇവിടെ പൂത്തിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും അതൊക്കെ ആ മഴയത്തങ്ങ് കൊഴിഞ്ഞു പോകുള്ളൂ. പഴയ ബാത്റൂമിൽ ഉപയോഗിച്ച ബക്കറ്റിൻ്റെ അകത്ത് നാരങ്ങ തൈ നട്ടു. ചട്ടിക്ക് വരെ അത് ബക്കറ്റ് ഉപയോഗിച്ചു. വലിയ ബക്കറ്റായിരുന്നു. ആ ബക്കറ്റിൽ ഉപയോഗിച്ച് അതിൽ സെൻറ്റർ ചെയ്ത് അവിടെ വെച്ചു. അത് പണ്ട് റബ്ബർ ഷീറ്റ് റബ്ബറിൻ്റെ റബ്ബർ ഷീറ്റ് ഉണക്കാൻ ഉപയോഗിച്ച മെഷീൻ പോപ്പര അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ തട്ടിൻ്റെ നടുവിൽ ഇത് വെച്ചു. കുറേ ഏരിയ ഇവിടുന്ന് കിട്ടില്ല. ആ ഷെഡിൻ്റെ പുറകിലെ ഏരിയ ഒന്നും ഇവിടുന്ന് വിസിബിൾ അല്ല.